അങ്ങനെ ബിഗ് ബോസ് സീസൺ 7ൻ്റെ ലൈവിൽ ഓൾറെഡി ആദിലയുടെ തനി സ്വഭാവം പുറത്തെടുത്ത് കഴിഞ്ഞു. ആദിലയ്ക്കറിയാം ആദില നല്ല രീതിയിൽ നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണെന്നും ആദില നല്ല രീതിയിൽ കളിച്ചത് ആദിലയ്ക്ക് എതിരായിട്ട് വരുമെന്നും ഒക്കെ അറിയാം. അത് അക്ബറിൻ്റെ ഗെയിം ആയിക്കോട്ടെ, അവിടെ കളിക്കുന്ന ഓരോ ഗെയിമും ആദിലയ്ക്ക് ഒരു ബോധവും ഇല്ലാതെയാണ് ആദില ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദിലയ്ക്ക് അറിയാം താൻ ജയിൽ നോമിനേഷനിൽ വരുമെന്നും അല്ലെങ്കിൽ അല്ലാത്ത നോമിനേഷനിൽ എവിക്ഷൻ നോമിനേഷനിൽ വരും എന്നും ഒക്കെ ആദിലയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ആര്യനെയും അതേപോലെ സാബുമാനെയും ക്യാൻവാസ് ചെയ്യാണ്, അവരെ കൺവിൻസ് ചെയ്യാണ്. എനിക്ക് വോട്ട് ചെയ്യുവാണെങ്കിൽ, അത് ക്യാപ്റ്റൻസി ടാസ്കിലേക്ക് എന്നെ നോമിനേറ്റ് ചെയ്യുവാണെങ്കിൽ ആദിലയുടെ മുട്ട ഇവർക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് ആദില പോയിട്ട് ഇവരെ ക്യാൻവാസ് ചെയ്യുന്നത്. എന്തായാലും ആര്യൻ അത് ഡിസഗ്രി ചെയ്തിട്ടുണ്ട്. ആര്യൻ പറഞ്ഞു, ഞാൻ ടാസ്ക് ഒക്കെ കുറച്ച് വാല്യബിളായിട്ടാണ് കാണുന്നത്, അതുകൊണ്ടാണ് ഞാനൊരു ഒരു സ്പോർട്ട് പേഴ്സൺ ആയത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനോട് എഗ്രി ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് ആയിരുന്നത് കൊണ്ട് മാത്രമാണ് ഞാൻ നിനക്ക് നോ പറയാതിരുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ആലോചിച്ചപ്പം ഇതെനിക്ക് നോ പറയണം എന്ന് തോന്നി. അതേപോലെ ആദില നമ്മുടെ സാബുമാൻ്റെ അടുത്തും പറയുന്നുണ്ട്, പാളിപ്പോകുമെന്ന് തോന്നുന്നു, ഇത് നോമിനേഷൻ നടക്കില്ല എന്ന് തോന്നുന്നു, പ്രോപ്പറായിട്ട് വിചാരിച്ചതുപോലെ നടക്കത്തില്ല, അതുകൊണ്ട് നീ വോട്ട് വെറുതെ സ്പോയിൽ ചെയ്യേണ്ട, നീ അത് വേറെ ആർക്കെങ്കിലും കൊടുത്തോ എന്നൊക്കെ സാബുമാൻ്റെ അടുത്ത് പറയുന്നുണ്ട്. ആ പൊട്ടൻ സാബുമാൻ അനുവിനെ ഫുൾ കുറ്റം പറഞ്ഞുകൊണ്ട് നടന്നിട്ട് അതിലയുടെ കേസ് വന്നപ്പോൾ പറയുകയാണ്, അത് ഞാൻ നിനക്ക് വേണ്ടി നല്ല വാലിഡ് പോയിൻറ്റ്സ് ഒക്കെ കണ്ടുപിടിച്ച് വെച്ചേക്കുമായിരുന്നു, വോട്ട് ഞാൻ സ്പോയിൽ ചെയ്യത്തില്ല, ഞാൻ നോക്കി അറിഞ്ഞ് ചെയ്യാം എന്നുള്ള രീതിയിലൊക്കെ. എന്തായാലും ആദിലയും നൂറയും കൂടി ഇതിൻ്റെ ഡിസ്കഷനിലായിരുന്നു. ആദിലയ്ക്ക് ഓൾറെഡി പേടി വന്ന് തുടങ്ങി, ഇനി നോമിനേഷനിൽ വന്നാൽ ഔട്ടാവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഔട്ടാവാൻ സാധ്യതയുള്ള ഗെയിമാണ് കളിക്കുന്നതെങ്കിൽ എന്തിനാണ് അങ്ങനെ കളിക്കുന്നത്? മര്യാദയ്ക്ക് നിന്ന് കളിച്ചുകൂടെ ആദിലയ്ക്ക്? ഇത്രയും പേടിയും ഇത്രയും ഭയവും ഒക്കെ ഉണ്ടെങ്കിൽ മര്യാദയ്ക്ക് നല്ല രീതിക്ക് നിന്ന് കളിച്ചിരുന്നെങ്കിൽ ആദില ഒരു ടോപ്പ് 5 എത്തിയില്ലെങ്കിലും ഒരു ടോപ്പ് 7 എത്തെങ്കിലും എത്തേണ്ട കണ്ടസ്റ്റൻ്റാണ്. ആദിലയായിട്ട് തന്നെ ആദിലയുടെ കുഴി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ പ്രവൃത്തിയിലൂടെ.